എന്നെ പേഴ്സണലി അറിയുന്ന ആൾക്കാർക്ക് അറിയാം ഞാൻ റിയൽ ലൈഫിൽ ഇങ്ങനെയൊക്കെ തന്നെ ആണ്. ചിലപ്പോൾ എവിടെയെങ്കിലും ഒരു ലൂസ് ആയിരിക്കും, എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ഇങ്ങനെയൊക്കെ തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത്. ഇപ്പം ഞാൻ അങ്ങനെ ഫിൽട്ടർ ചെയ്ത് സംസാരിക്കാറില്ല. ചിലപ്പോൾ അതിൻ്റെതായിരിക്കാം. അങ്ങനെ ഇങ്ങനെ നോക്കിക്കാണുന്നു പറഞ്ഞാൽ ഇപ്പം ആൾക്കാർക്ക് ഇഷ്ടമാണെന്ന് അറിയുമ്പോൾ ആർക്കായാലും സന്തോഷമാണല്ലോ. അപ്പൊ നമ്മുടെ സിനിമയിൽ വരുമ്പോഴായാലും അങ്ങനെ ഒരു റെക്കഗ്നേഷൻ കിട്ടുക, അല്ലെങ്കിൽ ആൾക്കാർ ഇത്രയും നമ്മളെ സ്നേഹിക്കുന്നുണ്ടെന്ന് അറിയുമ്പോൾ അതിൻ്റെ ഒരു സന്തോഷം എന്തായാലും ഉണ്ടാവുമല്ലോ. ഐ എം വെരി ഹാപ്പി ദറ്റ് അങ്ങനെ ഒരു രീതിയിൽ ആൾക്കാർക്ക് ഇഷ്ടമാണെന്നുള്ളതിൽ സന്തോഷം മാത്രമേ ഉള്ളൂ. ജയഗണേഷിലെ ക്യാരക്ടർ നിധിയും ആഡിയൻസിന്റെ മീനിങ് തമ്മിൽ ഒരു സാമ്യം ഉണ്ടാവില്ല. അത് തന്നെയായിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം. കാരണം ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിനൊരു ക്യൂട്ട് ഒരു ഇതിലായിരിക്കും എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അപ്പൊ ഇനി വരാൻ പോകുന്ന സിനിമ, അടുത്ത സിനിമ, ആഡിയൻസിന് ശേഷം വരുന്ന സിനിമ ഒരിക്കലും അങ്ങനെ ഒരു രീതിയിലാവരുതെന്നുള്ള ഒരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് നിധി എന്ന് പറയുന്ന ക്യാരക്ടർ രഞ്ജിത്ത് സാർ പറഞ്ഞു തന്നപ്പോഴും ക്യാരക്ടർ നറേറ്റ് ചെയ്തപ്പോഴും എനിക്ക് ഇമ്മീഡിയറ്റ്ലി ഐ വാണ്ടഡ് ടു ബി പാർട്ട് ഓഫ് ദിസ് സിനിമ എന്നുള്ളത് ആ ഒരു കാരണം കൊണ്ട് തന്നെയാണ്. കാരണം വളരെ മെച്ചോർഡായ ഒരു വർക്കിംഗ് വുമൺ ആണ് നിധി. ഭയങ്കര ബോൾഡായ സ്വന്തം കാലിൽ നിൽക്കുന്ന ഒരു കുട്ടിയാണ് നിധി. അപ്പം ആ ഒരു വേരിയേഷൻ ഇപ്പൊ ആഡിയൻസിലെ ക്യാരക്ടറിനും നിധിക്കും അങ്ങനെ ഒരു വേരിയേഷൻ ഉണ്ടാവും. അതുകൊണ്ട് തന്നെയാണ് ഒരു ഈ പ്രോജക്റ്റിൽ ചെയ്യുമ്പോഴുള്ള എനിക്ക് സന്തോഷം പേഴ്സണലി ആ ഒരു ചേഞ്ച് ഉള്ളത് കൊണ്ട് തന്നെയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. നമ്മുടെ ഇവിടെ എല്ലാവരും ഇങ്ങനെ നാണം കൊണ്ട് ഇങ്ങനെ തല താഴുന്നത് നമ്മൾ കണ്ടു. അദ്ദേഹം ആക്ച്വലി ഈ പറയുന്ന പോലെ വലിയ ശരീരവും ആടപ്രവന മനസ്സുള്ള ഒരാളാണ്. ഇപ്പൊ എല്ലാവരുടെ മനസ്സിലും ഉണ്ടാവുമല്ലോ. ഇപ്പൊ എന്ത് നമ്മൾ പുറമെ എത്ര മെച്ചോർഡായിട്ട് ബിഹേവ് ചെയ്താലും എല്ലാവരുടെ ഉള്ളിലും ഒരു കുട്ടി ഉണ്ടാവുമല്ലോ. അങ്ങനെ ഒരു കുട്ടി ഉണ്ണിയുടെ ഉള്ളിലും ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം പൊതുവെ ഉണ്ണി പുറത്ത് ബിഹേവ് ചെയ്യുന്നതൊക്കെ ഭയങ്കര എന്താ പറയാ, ഭയങ്കര ബോൾഡായി പല സിറ്റുവേഷനിൽ ബിഹേവ് ചെയ്യേണ്ട ഒരു അവസ്ഥയാണ് എനിക്ക്. എല്ലാവരിലും ഉള്ള കുട്ടിത്തം ഉണ്ണിയിലും ഉണ്ട്. പിന്നെ ബോഡി ബിൽഡ് ചെയ്യുന്നത് ഹിസ് പേഴ്സണൽ ചോയ്സ്. അതുകൊണ്ട് ഒരാൾക്ക് എന്താ പറയാ ആളുടെ ക്യാരക്ടറും അങ്ങനെ ആവണമെന്നില്ലല്ലോ. സോ എനിക്ക് ചോദ്യം ശരിക്കും എന്താ ഉദ്ദേശിച്ചത് മനസ്സിലായിട്ടില്ല. അല്ല, എനിക്ക് മനസ്സിലായി. തീർച്ചയായും അതെനിക്കൊരു നല്ല കാര്യം കൂടി ആയിട്ടാണ് തോന്നുന്നത്. കാരണം തമിഴിൽ ഇപ്പൊ ഞാൻ ലാസ്റ്റ് ഇയർ എനിക്ക് റിലീസായ 5 സിനിമകളിലും വളരെ ഡിഫറെന്റ് ആയ ക്യാരക്ടേഴ്സ് ആണ് ഞാൻ ചെയ്തിട്ടുള്ളത്. വേഴ്സിറ്റാലിറ്റി ചെയ്യാൻ പറ്റാന്നുള്ളത് ഒരു ഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കുന്നു അങ്ങനെയുള്ളത്. പക്ഷെ എനിക്ക് തോന്നുന്നു ആഡിയൻസിലെ ക്യാരക്ടർ അത്രയും വൈഡ് റേഞ്ചിലൊരു റിസെപ്ഷൻ, ആ മിനി എന്നുള്ള ക്യാരക്ടറിന്റെ ആ ഒരു ക്യൂട്ട്നെസ്സും അതും ആ ഒരു വൈഡ് റേഞ്ചിലുള്ള റിസെപ്ഷൻ വന്നതുകൊണ്ടായിരിക്കാം മലയാളത്തിൽ തന്നെ ഒരു ക്യൂട്ടായ ഒരു നായിക എന്നുള്ള രീതിയിലാണ് കാണുന്നത്. ഒരു പക്ഷെ ജയഗണേഷ് അതിൽ നിന്നൊരു ചേഞ്ച് ആയിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഈ ക്യാരക്ടർ ഞാൻ ചൂസ് ചെയ്യാനുള്ള കാരണവും അത് തന്നെയാണ്. ജയഗണേഷ് സിനിമ ഏപ്രിൽ 11 റിലീസാവുകയാണ്. പേഴ്സണലി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ്. ഒരു അമേസിംഗ് ക്രൂവിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി. രഞ്ജിത്ത് സാറിൻ്റെ കൂടെ ഞാൻ ഇതിനു മുമ്പ് തന്നെ വർക്ക് ചെയ്യണം ഒരുപാട് ആഗ്രഹിച്ചതാണ്. വേറൊരു സിനിമ അത് വർക്ക് ചെയ്യാൻ പറ്റിയില്ല. ആൻഡ് ഇത്രയും സെൻസിബിളായ ഒരു ഡയറക്ടറിൻ്റെ കൂടെ വർക്ക് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി. ഉണ്ണിയുടെ കൂടെ ഇത് 2ാമത്തെ തവണയാണ്. ഐ thoroughly enjoyed working with him. പിന്നെ നമ്മുടെ ഡയറക്ടർ റയാനെ പറ്റി ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് കോമ്പിനേഷൻസ് ഒന്നും ഉണ്ടായിട്ടില്ല. ഇപ്പം എല്ലാവരും പറഞ്ഞ പോലെ വെരി ചാമിങ് ബോയ്. ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ ഫ്യൂച്ചർ പ്രോജക്ട്സ്. ആൻഡ് ചേച്ചീൻ്റെ കൂടെ എനിക്ക് കോമ്പിനേഷൻസ് ഉണ്ടായിരുന്നില്ല. ബട്ട് ഐ എം വെരി ഗ്ലാഡ് ദറ്റ് ഐ ഹാഡ് ദി ഓപ്പർച്യൂണിറ്റി ടു വർക്ക് ഇൻ എ ഫിലിം. ചേച്ചി അഭിനയിച്ചൊരു സിനിമയിൽ, പിന്നെ നന്ദു ചേട്ടൻ, അശോകൻ ചേട്ടൻ, ഇങ്ങനെ ഒരുപാട് സീനിയറായ ആക്ടർ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഭയങ്കര എന്താ പറയുക, ഒരു കോണ്ടന്റ് ഓറിയന്റഡ് സിനിമയായിരിക്കും. തിയേറ്ററിൽ പോയി സിനിമ കണ്ടിറങ്ങുന്ന എല്ലാവരും നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും. ഇത് തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സിനിമയാണ്. കാരണം ഞാൻ പല ഇന്റർവ്യൂസിലും പറഞ്ഞിട്ടുണ്ട്, സ്ക്രിപ്റ്റ് കേട്ടപ്പം എനിക്ക് ഭയങ്കര ഒരു ഇൻസ്പിറേഷണലായ എന്നെ ഭയങ്കര ഇൻസ്പയർ ചെയ്ത ഒരു സബ്ജക്റ്റാണ്. അപ്പോൾ തിയേറ്ററിൽ നിന്ന് സിനിമ കണ്ടിറങ്ങുന്ന എല്ലാവർക്കും അതേ ഫീലിംഗ് തന്നെ ഉണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരും സിനിമ കാണാം, കണ്ട് സപ്പോർട്ട് ചെയ്യാം. താങ്ക് യു സോ മച്ച്.